നമസ്കാരം. ഇന്ത്യക്കുള്ളിൽ കടന്നുകയറി വിസ നിയമങ്ങൾ ലംഘിച്ച് തീവ്രവാദ പ്രവർത്തനം നടത്തിയതിന് 7 വിദേശ പൗരന്മാരെ NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6 യുക്രൈൻ പൗരന്മാർ, അതോടൊപ്പം തന്നെ ഒരു US പൗരൻ, ഇങ്ങനെ 7 വിദേശ പൗരന്മാരെയാണ് ഭാരതത്തിൻ്റെ ഭീകരവിരുദ്ധ ഏജൻസിയായ NIA അറസ്റ്റ് ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 11 ദിവസത്തെ കസ്റ്റഡിക്ക് കോടതി ഉത്തരവായിട്ടുണ്ട്. അവരിപ്പോൾ NIA കസ്റ്റഡിയിലാണ്. രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രതിനിധികളടക്കം രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഈ 7 വിദേശ പൗരന്മാരെയും ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് സൂചന. ഇവരിൽ ഈ യുക്രൈൻ പൗരന്മാരാണ് ഏറ്റവും അധികമുള്ളത്. 3 യുക്രൈൻ പൗരന്മാർ അറസ്റ്റിലായത് ദില്ലിയിൽ നിന്നാണ്. മറ്റ് 3 യുക്രൈൻ പൗരന്മാർ അറസ്റ്റിലായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നാണ്. US പൗരൻ അറസ്റ്റിലായിരിക്കുന്നത് കൊൽക്കത്തയിൽ നിന്നാണ്. ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കി ഇവരെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. NIA കസ്റ്റഡിയിലാണ്. തീർച്ചയായും വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്ത് വരികയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഇന്ത്യയിലേക്ക് വരുന്നു, അതിനുശേഷം പ്രൊട്ടക്റ്റഡ് ഏരിയയായ മിസോറാമിലേക്ക് കടക്കുന്നു, അതിനുശേഷം അവിടെ നിന്ന് മ്യാൻമാറിലേക്ക് പോകുന്നു. ഇവരുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകൾക്ക് പരിശീലനം നൽകുക എന്നതായിരുന്നു. മ്യാൻമാർ കേന്ദ്രമാക്കി, മ്യാൻമാർ ബേസ് ക്യാമ്പാക്കിക്കൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘടനകൾ, ആ ഭീകര സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ യാത്ര ചെയ്തത് എന്നാണ് ലഭിക്കുന്ന വിവരം. മ്യാൻമാറിൽ നിന്നും തിരികെയും അങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്തു. ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സമയത്താണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത വലിയ രീതിയിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ വാർത്ത കൃത്യമായി വ്യക്തമാക്കുന്നത് ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന വലിയ സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചാണ്. ഇന്ത്യ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ സാധാരണയായി സംസാരിച്ചാൽ അത് ജമ്മു കാശ്മീരിലുള്ള ഭീകരവാദമായിരിക്കാം, ഇസ്ലാമിക ഭീകരവാദമായിരിക്കാം, പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദമുണ്ട്. ഇന്ത്യക്കുള്ളിൽ ചുവപ്പ് ഭീകരത, കമ്മ്യൂണിസ്റ്റ് ഭീകരത ഉണ്ട്. അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വിജയത്തിൻ്റെ ഏതാണ്ട് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകളിൽ നിന്നാണ്. അവർ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക്, കാനഡ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പോയിരുന്ന് ചില വീരവാദങ്ങളും ഭീഷണികളും ഒക്കെ മുഴക്കും എന്ന് മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുമില്ല. എന്നാലും ഇതൊക്കെയാണ് ഇന്ത്യ നേരിടുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ വെല്ലുവിളികൾ എന്ന് നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് പറയാൻ സാധിക്കുക. പക്ഷേ ഇതിനുമപ്പുറം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് അതെല്ലാം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ അവരിപ്പോഴും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അശാന്തി ഉണ്ടാക്കാൻ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കാനുള്ളൊക്കെയുള്ള വലിയ ശ്രമം മ്യാൻമാർ ബേസ് ക്യാമ്പാക്കി നടത്തുന്നുണ്ട്. ആ ഒരു വലിയ ഭീകര ഭീഷണി അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി, ആ ഭീഷണിയെ ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ വാർത്ത എന്ന് നിസ്സംശയം പറയാം. അതായത് 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അദ്ദേഹം അധികാരമേറ്റെടുത്തതിന് ശേഷം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ പരിശോധിച്ചു. അതിലൊന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളെക്കുറിച്ചാണ്. അവിടെ എപ്പോഴും ഈ ഭീകര സംഘടനകളും വിഘടനവാദ സംഘടനകളും ഒക്കെ ആക്റ്റീവായിരുന്ന സമയമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ ഊർജം ലഭിക്കുന്നത്, ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുമ്പോഴാണ് മ്യാൻമാർ ആസ്ഥാനമാക്കിയിട്ടാണ്, നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാർ ആസ്ഥാനമാക്കിയിട്ടാണ് ഈ ഭീകര സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ സുരക്ഷാ സേന ഒരിക്കലും മുൻ കാലങ്ങളിൽ, അതായത് മുൻ സർക്കാരുകളുടെ ഭരണകാലഘട്ടത്ത് അതിർത്തി കടന്നപ്പുറത്തേക്ക് പോയി ഒരു ആക്രമണവും നടത്തിയിട്ടില്ല. അവിടെ അതിർത്തി കടന്നുപോയി ആക്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സൈന്യം നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തുന്നു. അതിനുശേഷം ആണ് രാജ്യത്തെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്, 2015 നടന്ന ഓപ്പറേഷൻ ഹോട്ട് പർസ്യൂട്ട്. ആ ആക്രമണം, അതായത് ഇന്ത്യൻ സുരക്ഷാ സൈന്യത്തിലെ 6th ദുർഗ റെജിമെൻറ്റിലെ 72ഓളം ധീര സൈനികരാണ് ആ ആക്രമണം നടത്തിയത്. അന്ന് ഇവരെ ഹെലികോപ്റ്റർ മാർഗം ഈ പറയുന്ന മ്യാൻമാർ അതിർത്തി കടത്തിവിടുകയും അന്ന് ഭീകര സംഘങ്ങൾക്ക് അല്ലെങ്കിൽ ഭീകര ക്യാമ്പുകൾക്ക് സമീപം അവരെ ഇറക്കുകയും ഹെലികോപ്റ്റർ മാർഗം ഇറക്കി വിടുകയും അവിടെ അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ ആക്രമണം ഇന്ത്യൻ സൈന്യം നടത്തുകയും ചെയ്തിരുന്നു. ആ ആക്രമണത്തിൽ
ഈ പറയുന്ന ഭീകര സംഘടനകൾ ഉൾഫ, അതുപോലെ തന്നെ NSCN എന്ന് പറയുന്ന സംഘടനകൾ, ഈ സംഘടനകളെയെല്ലാം ഉൾഫ ഐ എന്ന് പറയുന്ന സംഘടന, യുണൈറ്റഡ് ലിബറേഷൻ ഫോഴ്സ് ഓഫ് അസം ഇൻഡിപെൻഡൻറ്റ്, അതോടൊപ്പം തന്നെ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഖപ്ലാങ് എന്ന് പറയുന്ന സംഘടനകൾ, ഈ സംഘടനകളെല്ലാം ഒരു കാലത്ത് വടക്ക് കിഴക്കൻ മേഖലയിൽ സജീവമായിരുന്നു. പിന്നീട് ഇവരിൽ പിളർപ്പുണ്ടാകുന്നു, ഇതിലൊരു വിഭാഗം സമാധാന പക്ഷത്തേക്ക് മാറുന്നു, അവർ മുഖ്യധാരയിലേക്ക് വരുന്നു, മറുവിഭാഗം മ്യാൻമാറിൽ പോയി ഇപ്പോഴും ഭീകരവാദ പ്രവർത്തനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് ഇപ്പോഴും ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് സംഘടനകളാണ്. ഈ രണ്ട് സംഘടനകൾക്കെതിരെയാണ് അന്ന് വലിയ രീതിയിലുള്ള ആക്രമണം അന്ന് സൈന്യം അതിർത്തി കടന്നുപോയി നടത്തിയത്. നിരവധി ഭീകരരെ അന്ന് വധിച്ചിരുന്നു. 100ഓളം ഭീകരന്മാരെ, ഈ രണ്ട് സംഘടനയിൽപ്പെട്ട 100ഓളം ഭീകരന്മാരെ വധിക്കാൻ അന്ന് സുരക്ഷാ സൈന്യത്തിന് സാധിച്ചിരുന്നു. വലിയ വിജയകരമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അന്നൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഓപ്പറേഷൻ ആയിരുന്നു. ഈ അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യം പോയതുകൊണ്ട് തന്നെ അന്ന് വലിയ രീതിയിൽ ഈ ഓപ്പറേഷൻ പർസ്യൂട്ട് ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടായത്. മ്യാൻമാർ മിലിറ്ററിയുടെ കൂടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയത്. അതിനുശേഷം 2025 ഈ പറയുന്ന സംഘടനകളൊന്നും തന്നെ വെറുതെ ഇരുന്നില്ല. അവർ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങളെല്ലാം പുനരാരംഭിക്കുകയായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും ഇന്ത്യക്ക് സുരക്ഷാ ഭീഷണിയായി വരുന്നു. ആ സാഹചര്യത്തിൽ 2025 ജൂലൈ മാസം 13 ഒരു ആക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി ഇന്ത്യ നടത്തി. ഇത് വലിയ രീതിയിൽ ചർച്ചയാകാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു. കാരണം 2025 മെയ് മാസത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ മ്യാൻമാറിലേക്കും കനത്ത ആക്രമണം നടത്തി. ഇത് ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ സേനാംഗങ്ങൾ അതിർത്തി കടന്നില്ല, പക്ഷേ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭീകര കേന്ദ്രങ്ങൾ അന്ന് തകർത്തത്. അതായത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള ശക്തികളെ ഇന്ത്യൻ സുരക്ഷാ സേനകൾക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു ആക്രമണം കൂടിയാണ് ഈ രണ്ടാമത് നടന്നത്. 2025 ജൂലൈ മാസം 13 നടന്നത്. ഈ ആക്രമണത്തിലും ഈ പറയുന്ന രണ്ട് സംഘടനകൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചു. നിരവധി ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. ഉൾഫയുടെ ഈസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം ആക്രമിക്കപ്പെട്ടു. ഉൾഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ നയൻ മേധി ഈ ആക്രമണത്തിൽ മരിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇങ്ങനെ കനത്ത ആക്രമണം 2025, അതായത് ആദ്യ ആക്രമണം 2015 നടക്കുന്നു. 2025 10 വർഷങ്ങൾക്കും ശേഷം വീണ്ടും ഇന്ത്യ അതിർത്തി കടന്ന് മ്യാൻമാറിൽ ആക്രമണം നടത്തുന്നു. അതും മ്യാൻമാർ മിലിറ്ററിയുടെ സഹായത്തോടു കൂടി തന്നെയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന് പകരം വീട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ രണ്ട് സംഘടനകൾ വലിയ രീതിയിൽ നീക്കം നടത്തിയിരിക്കുന്നത്. ആ നീക്കമാണ് ഇപ്പോൾ ഈ അറസ്റ്റിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന 7 വിദേശ പൗരന്മാരും വലിയ രീതിയിൽ ഇൻ ലാർജ് കൺസൈൻമെന്റ്സ് വിദേശത്ത് നിന്നും, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ കടത്താൻ ശ്രമിക്കവെയാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ട് നടത്തിയതുപോലെയുള്ള സമാനമായ ആക്രമണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെയോ നടത്താൻ ഉദ്ദേശിച്ചിരുന്നു ഈ സംഘം. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം, അതിനു വേണ്ടിയിട്ടുള്ള ഡ്രോൺ ഇമ്പോർട്ട് ചെയ്യൽ, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സംഘത്തെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സസൂക്ഷ്മമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ NIA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. ഇവരുടെ പദ്ധതി 2025 2015 ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് പകരം ചോദിക്കുക എന്നുള്ളതായിരുന്നു. 2025 നടത്തിയ ആക്രമണത്തിന് ഇത്ര പെട്ടെന്ന് ഇവർക്ക് എങ്ങനെ പകരം ചോദിക്കാനുള്ള കാലിബർ ഉണ്ടായി എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിനുശേഷം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നടന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റം നമുക്കറിയാം. ബംഗ്ലാദേശിലേക്ക് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഇന്ത്യയോട് അതിർത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകൾക്ക് അക്സസ് കിട്ടിയത് നമുക്കറിയാം. അവിടെ അവർ രഹസ്യ യോഗം ചേർന്നത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ ചോർത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനിടയിൽ അവിടെ നടക്കുന്നു. പല ബംഗ്ലാദേശ് ഭീകര സംഘടനകളുടെയും നേതാക്കന്മാരെ, ഭീകരവാദികളെ തുറന്നുവിട്ടിരുന്നു. ഇവരെല്ലാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുമെന്നും പശ്ചിമ ബംഗാളും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങളെ മോചിപ്പിക്കുമെന്നും ഒക്കെ ഭീഷണി മുഴക്കിയിരുന്നത് നമ്മൾ കേട്ടതാണ്. അത് വെറുതെ ഭീഷണിയായിരുന്നില്ല, അതിനിടയിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കെതിരായിട്ടുള്ള വമ്പൻ നീക്കമായിരുന്നു അവർ ഉദ്ദേശിച്ചത്. ആ നീക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ ആ നീക്കം പൊളിയുകയാണ്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ഏജൻസികളും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് ആ നീക്കം പൊളിക്കുകയാണ്. ഇന്ത്യക്കു നേരെ വലിയ ഡ്രോൺ ആക്രമണത്തിനാണ് അവർ പദ്ധതിയിട്ടത്. ഇതിന് പാകിസ്ഥാന്റെ പിന്തുണ ഒരുപക്ഷെ ലഭിച്ചിരിക്കാം.
കാരണം പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി നേരിട്ടൊരു ഭീകരാക്രമണം ഉണ്ടായാൽ തീർച്ചയായും അതിന് ഇന്ത്യ പകരം ചോദിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ തകർച്ച, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വിഘടനവാദം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനകളെ ആരോ പിന്നിൽ നിന്ന് സഹായിച്ചിരിക്കുന്നു. ഈ വിദേശ പൗരന്മാർ, യുക്രൈനിയൻ അമേരിക്കൻ പൗരന്മാർ അവരെ സഹായിക്കാൻ എത്തിയതിന് പിന്നിൽ ആ ഗൂഢാലോചന അല്ലെങ്കിൽ ആ അന്താരാഷ്ട്ര സഹായം തുറന്നു കാട്ടുന്നതാണ്. എന്തായാലും അത് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഇന്ത്യ അതിനെ പൊളിച്ചിരിക്കുന്നു. അത്തരം വിഘടനവാദ പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്തിന് നേരായിട്ടുള്ള ഗൂഢാലോചന, അതെല്ലാം ഇന്ത്യ കണ്ടുപിടിക്കുകയും പൊളിക്കുകയും ചെയ്യും. നമ്മുടെ ഏജൻസികൾ അത്രമാത്രം ശക്തിമത്താണ് എന്ന് തെളിയിക്കുന്ന, അമേരിക്കക്കാരനോ യുക്രൈൻകാരനോ വരട്ടെ, ആരായാലും നമ്മുടെ ഏജൻസികളുടെ കണ്ണിൽപ്പെടും, അവരുടെ വലയിൽ കുടുങ്ങും എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്നിപ്പോൾ ഈ അറസ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.